ഹലോ, നമസ്കാരം. ഞാനിപ്പോൾ ഇന്നുകൂടെ ഉണ്ടാക്കാൻ പോകണമെന്നുണ്ടല്ലോ. മീൻകറി കേട്ടോ വയ്ക്കാൻ പോണേ. അപ്പം മീൻകറിക്ക് ഞാൻ വേണ്ട മത്തി കഴുകി എടുത്തിട്ടുണ്ട്. ഒരു 3-4 മത്തിയുണ്ട്. പിന്നെ ഞാൻ കുറച്ച് ചുമന്നുള്ളി, ഇഞ്ചി, വെളുത്തുള്ളി ഇത്ര അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ പച്ചമുളക്. പിന്നെ ഞാനിത് വെക്കണം മുരിങ്ങക്കായ, മാങ്ങ, പിന്നെ വെള്ളരിക്ക, പിന്നെ ചക്കക്കുരു കേട്ടോ. ചക്കക്കുരു, മാങ്ങ, മുരിങ്ങക്കായ, വെള്ളരിക്ക, മീൻ ഇതൊന്നിച്ചാട്ടോ വെക്കണത്. അപ്പം നമുക്കിതെങ്ങനെ വെക്കണമെന്ന് നോക്കാം കേട്ടോ. ഇപ്പം ചക്കൂരും മാങ്ങയൊക്കെ ദിവസവും നമ്മൾ വീട്ടിൽ വെക്കണമല്ലേ. പിന്നെ സാധാരണ വെക്കാറ് ചക്കൂരും മാങ്ങ, മുരിങ്ങക്കായ, അല്ലെങ്കിൽ ചക്കൂരും മാങ്ങ, ചെമ്മീൻ, ഇങ്ങനെയൊക്കെ അല്ലേ വെക്കണേ. അപ്പം നമുക്കിന്ന് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു കറി വെച്ച് നോക്കാം കേട്ടോ. എങ്ങനെ ഇരിക്കണം നോക്കാം. അപ്പം എല്ലാവരും കൂട്ടിയിട്ട് അഭിപ്രായം പറഞ്ഞു കേട്ടോ. ഈ മുരിങ്ങക്കായും മാങ്ങയും വെള്ളരിക്കൊക്കെ ഒന്ന് വെട്ടി ക്ലീൻ ആക്കിയിട്ട് കാണിക്കാം കേട്ടോ. അപ്പം നമുക്ക് സമയം ലാഭിക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ മാങ്ങയൊക്കെ എല്ലാം കഴുകി കഷ്ണാക്കി വെള്ളരിക്ക, മാങ്ങ, പിന്നെ മുരിങ്ങക്കായ ഇതൊക്കെ ഞാൻ കഴുകി ക്ലീനാക്കി കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ചക്കക്കുരു ഓൾറെഡി ഞാൻ വേവിച്ച് വെച്ചിട്ടുണ്ട്. സമയം ലാഭിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ചക്കക്കുരു ഒരുക്കി ഞാൻ വേവിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഇത് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കാം കേട്ടോ. കുറച്ച് കറിയാണ് വെക്കണല്ലോ കേട്ടോ. ഒരു 2 പേർക്കുള്ള കറിയാണ് വെക്കുന്നത്. അതുകൊണ്ടാണ് വളരെ കുറച്ച് വെക്കുന്നത് കേട്ടോ. ഭയങ്കര ടേസ്റ്റുള്ള ഒരു കറി കേട്ടോ. എല്ലാവരും ഒന്ന് വെച്ച് നോക്കണം കേട്ടോ. എല്ലാം കുറേശ്ശെ കഷ്ണങ്ങൾ എടുത്താൽ മതി. അപ്പോൾ കുറച്ച് ഇല്ല, ഞാൻ കുറേശ്ശെ എടുത്തിട്ടുള്ളൂ കേട്ടോ കഷ്ണങ്ങളൊക്കെ. മാങ്ങ ഞാനൊരു 2 പുളി മാങ്ങ എടുത്തിട്ടുള്ളൂ. പുളിക്ക് ഓരോരുത്തരുടെ പുളിയുടെ ആവശ്യത്തിനനുസരിച്ച് മാങ്ങ ചേർക്കാം കേട്ടോ. പിന്നെ പുളി കുറവുള്ള മാങ്ങയാണെങ്കിൽ 1 കഷ്ണം കുടംപുളി ഇട്ടാൽ മതി കേട്ടോ. പുളി പാകത്തിനായിട്ട് പുളി കുറവുള്ള മാങ്ങയാണെങ്കിൽ. ഇത് നല്ല പുളിയുള്ള മാങ്ങ കേട്ടോ. അതുകൊണ്ട് ഞാൻ 2 കഷ്ണം മാങ്ങ ഇട്ടിട്ടുള്ളൂ. ഇതെല്ലാം ഞാൻ കഷ്ണം ഒന്നിച്ചാട്ടായിരുന്നിട്ടെ. നമുക്കിത് ചട്ടിക്കകത്തേക്ക് അടുപ്പത്തേക്ക് കേട്ടോ. പിന്നെ മാങ്ങ, വെള്ളരിക്ക, മുരിങ്ങക്ക ഇതാട്ടോ വെച്ചേക്കണത്. പിന്നെ ഇതിലേക്ക് നമുക്ക് മീനങ്ങ് ഇടാട്ടോ. ഞാൻ മത്തിയാട്ടോ ഇടുന്നത്. ഏത് മീൻ വേണേലും ഇടാട്ടോ. ഞാനിപ്പോൾ ഇത് മത്തിയാണ് ഇടുന്നത്. മത്തി ആകുമ്പോൾ നെയ്യൊക്കെ ഉള്ള കാരണം കുറച്ചുകൂടെ ടേസ്റ്റ് ഉണ്ടാവും. അതുകൊണ്ടാട്ടോ മത്തി ഇടാൻ കാരണം. അയല വേണമെങ്കിൽ അയലയും വെക്കാം. പിന്നെ കൊഴുവ വെച്ചാലും നല്ലതാട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കാം. നമുക്കിതിന് നേരത്തെ വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ആവശ്യത്തിന് ഉപ്പിടാം. ഞാൻ കുറച്ച് ഉപ്പിട്ടിട്ടുണ്ട്. ഇനി വേണമെങ്കിൽ നമുക്ക് പിന്നെ ഉപ്പിടാം കേട്ടോ. ഇതിപ്പോൾ ഞാൻ കടുക് പൊടിച്ചിട്ടൊന്നും അല്ലാട്ടോ വെക്കണം. ഇങ്ങനെ ചുമ്മാ പച്ചയ്ക്ക് വെക്കുക. പച്ചയ്ക്ക് വെച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ലാസ്റ്റ് തേങ്ങ അരച്ച് കഴിഞ്ഞിട്ട് കടുക് പൊട്ടിക്കാം കേട്ടോ. പിന്നെ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് മുളക് പൊടി, ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് മുമ്പ് ചേർക്കാം കേട്ടോ. പിന്നെ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർക്കണം കേട്ടോ. പിന്നെ പച്ചമുളക്, കുറച്ച് കറിവേപ്പില, പിന്നെ ഞാൻ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇപ്പം ചേർക്കുന്നുണ്ട്. ഇനി ബാക്കി ഞാൻ തേങ്ങ അരയ്ക്കുമ്പോൾ അതിലാട്ടോ ചേർക്കണം. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇട്ടുണ്ട് കേട്ടോ. ഇനി ഇതെല്ലാം കൂടെ നമുക്കൊന്ന് ഇളക്കി ചേർക്കാം. കൈ കൊണ്ട് വേണമെങ്കിൽ കൈ കൊണ്ട് ഇളക്കാം. ഞാനിപ്പോൾ സ്പൂണിൽ ഇളക്കണം. കത്തിക്കാം കേട്ടോ.
പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന കാര്യം കേട്ടോ. മീൻ ഇതൊക്കെ പെട്ടെന്ന് വേണം സാധനങ്ങളല്ലേ, അതുകൊണ്ട് ഇത് ഞാൻ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ മീനൊക്കെ തേങ്ങ അരക്കുമ്പോഴേ വളരെ കുറച്ച് തേങ്ങ അരക്കാവുള്ളൂ, അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ മീനിൻ്റെ രുചി പോയിട്ട് അതാവും. ഇപ്പോൾ നമുക്ക് ചാറിനൊരു കുറയിൽ കിട്ടാനും പിന്നെ ആ മുളകിൻ്റെ കുത്തലും മാറാൻ വേണ്ടിയിട്ട് മാത്രം ഒരു ശകലം കേട്ടോ, ഒരു 2 പിടി തേങ്ങയാണ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് ഞാനൊരു ചുവന്നുള്ളി ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരു കഷ്ണം ഇഞ്ചിയുടെ പകുതി ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു, ആ പകുതി ഇഞ്ചിയും കൂടെ ഇട്ടരക്കാം. പിന്നെ കുറച്ച് കറിവേപ്പില. കറിവേപ്പിലയും കറിക്ക് അരിഞ്ഞ് ചേർത്താൽ നല്ല രുചി കേട്ടോ. ഇത് നോക്കുക, ഞാനിതൊന്ന് അരച്ചിട്ട് വരട്ടെ. അപ്പോൾ അപ്പോഴത്തേക്കും മീൻ വെക്കുമ്പോഴത്തേക്കും നമുക്കിത് അരച്ചിട്ട് വരാം. അപ്പോൾ ഇത് തേങ്ങ അരച്ചിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് കറി വരുമ്പോൾ അതിലേക്ക് ഒഴിക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഈ കറി ഒന്ന് തുറന്ന് നോക്കാം കേട്ടോ. ഇതുണ്ട്, കഷ്ണങ്ങളൊക്കെ വെന്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിലേക്ക് ഞാൻ ഓൾറെഡി വേവിച്ച് വെച്ചേക്കണ ചക്കക്കുരു ഇല്ലേ, അത് ഇടാം കേട്ടോ. ആവശ്യത്തിന് ചക്കക്കുരു ഇടാം. നമുക്ക് ഇതിലേക്ക് ശകലം ഉപ്പും കൂടെ ഇടാം. ഉപ്പിൻ്റെ കുറച്ച് കുറവുണ്ട് കേട്ടോ. പിന്നെ ഇത് ഒന്ന് തിളയ്ക്കുമ്പോൾ കഴിയുമ്പോൾ നമുക്ക് അരപ്പ് ചേർക്കാം. ഇപ്പോൾ നമ്മുടെ കറി തിളച്ചിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് അരപ്പ് ചേർക്കാം കേട്ടോ. ഇത് ഞാൻ കുറച്ച് തേങ്ങയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ചുമന്നുള്ളി, ഇത്ര സാധനം അരച്ചതാണ് കേട്ടോ. ഇത് തേങ്ങാപ്പാലും ചേർത്ത് ചേർക്കാം കേട്ടോ. അരച്ചിങ്ങനെ അരക്കണ ഇഷ്ടമല്ലാത്തവർക്ക് തേങ്ങാപ്പാലും ചേർത്തുണ്ടാക്കാം കേട്ടോ. കേട്ടോ നമുക്ക് നല്ല കട്ടിയുള്ള ചാറും കിട്ടി. ഇത് വേണ്ട. അപ്പോൾ നമ്മുടെ കറി തിളച്ച് വന്നിട്ടുണ്ട്, സൈഡിൽ നിന്നൊക്കെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിവിടെ ഇരുന്ന് തിളച്ചോളും. മൺചട്ടിയല്ലേ, അപ്പോൾ അതുകൊണ്ട് ഇത് കുഴപ്പമില്ല. നമുക്കിത് വാങ്ങി വെക്കാം കേട്ടോ. ഇനി ആ ചട്ടിയുടെ ചൂടും കൂടെ മതി. ചേർത്തിട്ടില്ല കേട്ടോ. കടുകിടാം. ഞാനൊരു 2 ടീസ്പൂൺ കടുകിടുണ്ട് കേട്ടോ. കടുക് പൊട്ടി കഴിഞ്ഞിട്ടേ ഉലുവ ഇടാവുള്ളൂ. എന്നാൽ അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ ഉലുവ കൂടുതൽ മൂത്ത പോയാൽ കയ്പ്പ് വരും. അപ്പോൾ നമ്മൾ കടുക് പയ്യെ പൊട്ടി തുടങ്ങുമ്പോൾ ഉലുവ ഇടുവാണെങ്കിൽ മൂപ്പ് കറക്റ്റായിരിക്കും കേട്ടോ. ഇപ്പോൾ കടുക് പയ്യെ പൊട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു 1/2 ടീസ്പൂൺ ഉലുവ ഇടുന്നുണ്ട് കേട്ടോ. ഇതുണ്ട്, നമ്മുടെ കറി ഇപ്പോഴും തിളച്ചുകൊണ്ടിരിക്കുക ഉണ്ടോ. മൺചട്ടിക്ക് ചൂടുള്ളതാണ് അത് തിളച്ചുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ നമ്മൾ ഈ കറിയിൽ വെളുത്തുള്ളി ഇട്ടില്ലായിരുന്നു, അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതിനകത്തേക്ക് ഇത് 2-3 വെളുത്തുള്ളി ഇടുന്നുണ്ട് കേട്ടോ. രണ്ട് ഉണക്കമുളക് ഇടാം. പിന്നെ കുറച്ച് ചെറിയ ഉള്ളി ആയിരുന്നു കേട്ടോ. ഇപ്പോൾ നമ്മൾ ഇതിനകത്ത് ഇട്ടാക്കുന്നത് വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട്, ഉണക്കമുളക് ഇട്ടിട്ടുണ്ട്, പിന്നെ ചെറിയ ഉള്ളി ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ കടുക് പൊട്ടിച്ചു, ഉലുവയും പൊട്ടിച്ചു കഴിഞ്ഞിട്ടാണ് നമ്മൾ വെളുത്തുള്ളിയും ചുവന്നുള്ളിയും ഉണക്കമുളകും ഇട്ട കേട്ടോ. നമ്മളിതിങ്ങനെ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഇട്ടാലാണ് ഇതിന് ടേസ്റ്റ് കിട്ടുള്ളൂ. അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ ചിലത് മൂക്കും ചിലത് ഇങ്ങനെ മൂക്കില്ല. അപ്പം അങ്ങനെ എല്ലാത്തിൻ്റെയും നമുക്ക് ടേസ്റ്റ് കിട്ടില്ല. അപ്പം നമ്മൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എല്ലാത്തിൻ്റെയും കൂടെ ടേസ്റ്റ് കിട്ടും, പാകത്തിന് മൂക്കായിട്ട്. ഉള്ളി പയ്യെ ചുവന്ന് കഴിയുമ്പോഴാണ് നമുക്ക് കരിവേപ്പില ഇടുന്നത് കേട്ടോ. ഉള്ളി കരിവേപ്പില ഓൾറെഡി ഇട്ടാൽ കഴിഞ്ഞു നമുക്ക് ഈ എണ്ണയിൽ ആ കരിവേപ്പിലയുടെ ഇത് നിൽക്കണം. മാത്രമല്ല കറിയിലേക്ക് ഒഴിക്കുമ്പോൾ കറിയിലും ആ കരിവേപ്പിലയുടെ ഒക്കെ ടേസ്റ്റ് കിട്ടണമെങ്കിൽ ലാസ്റ്റ് ഇടുന്നുള്ളൂ കേട്ടോ.
വേണ്ട. ഇപ്പോൾ നമ്മുടെ ഉള്ളി മൂത്ത് വന്നു തുടങ്ങി. ഉണ്ട് നമുക്ക് ഇതിലേക്ക് കരിവേപ്പില ഇടാം കേട്ടോ. നമ്മുടെ കടുക് ഇതൊക്കെ മൂത്തിട്ടുണ്ട്. നമുക്ക് ഇത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഉണ്ടോ? ഇപ്പോൾ നമ്മുടെ മീൻകറി റെഡിയായി കഴിഞ്ഞു കേട്ടോ. അതേ ഉണ്ടോ? എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. എന്നിട്ട് അഭിപ്രായം പറയണേ. താങ്ക് യു. ഇപ്പോൾ നമ്മുടെ മീൻകറി ഉണ്ടോ? അത് റെഡിയായി കഴിഞ്ഞു. നമ്മുടെ മുരിങ്ങക്കായ, ചക്കക്കുരു, മാങ്ങ, വെള്ളരിക്ക, പിന്നെ മീൻ, ഇത്ര ഇട്ടുള്ള നമ്മുടെ മീൻകറി ഇത് കണ്ടോ. നല്ല കൊഴുത്ത ചാറോട് കൂടി ഇതുണ്ടോ.